നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു ഇത്തവണത്തെ ഈ വള്ളംകളി സീസണ് ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം ജലോത്സവം കഴിഞ്ഞ ദിവസം നടന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ചമ്പക്കുളം മൂലം ജലോത്സവം കാണാൻ ഒരു അപ്രതീക്ഷിതമായി ഒരു കാഴ്ചക്കാരൻ കൂടിയെത്തി. കുട്ടനാടിനെയും വള്ളംകളിയെയും ഒക്കെ സ്നേഹിക്കുന്ന അയാൾ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഓരോ മത്സരവും ആവേശകരമായി ആസ്വദിച്ചു. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. ആരാണെന്ന് കണ്ടിട്ട് വരാം. പമ്പയാറ്റിൽ ചമ്പക്കുളം മൂലം വള്ളംകളി വലിയ ആവേശത്തോടുകൂടി നടക്കുമ്പോൾ കാണികൾക്കിടയിൽ ഒരാൾ ഉണ്ട്. സാധാരണ ആളുകളെ പോലെ വള്ളംകളി കാണാനായി ആൾക്കൂട്ടത്തിന് തിരക്കിനിടയിൽ വന്നു നിൽക്കുന്ന ഈ അതിഥി ഗോപിസുന്ദറാണ്, സംഗീത സംവിധായകൻ. എപ്പോഴും ആലപ്പുഴ ചുറ്റിപ്പറ്റിയുണ്ട്, ഹൗസ് ബോട്ടുകളിലുണ്ട്. ഇപ്പോ വള്ളംകളിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിന്ന് മത്സരം കാണുവാണ്. അതെ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ്. സോ ഞാൻ ഇങ്ങനെ മ്യൂസിക് കമ്പോസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആലപ്പുഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വള്ളംകളി നടക്കുന്നറിഞ്ഞപ്പോ ഇവിടെ വന്ന് കാണാന്ന് വെച്ചു. ആവേശമൊക്കെ കൊള്ളാന്ന് വെച്ചു. നെഹ്റു ട്രോഫി കണ്ടിട്ടുണ്ടോ? നെഹ്റു ട്രോഫി ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു നെഹ്റു ട്രോഫിയുടെ? ഭയങ്കര ഓളല്ലേ, ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും പറയാം, കുട്ടനാടിന് മാത്രം തരാൻ പറ്റുന്ന, ആലപ്പുഴയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു ആവേശമാണല്ലേ ഇത്? ഡെഫിനറ്റ്ലി. അത് ഇവിടുത്തെ ഒരു എനർജി കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്ക് ഉണ്ടാവും. ഫൈനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആർപ്പോ അടിപൊളി, ഭയങ്കര മൂടല്ലേ. അതാണ് എന്തായാലും ആലപ്പുഴ എപ്പോഴും സ്നേഹിക്കുന്ന ആളാണ് ഗോപിസുന്ദർ. ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴ വരാറുണ്ട്. ആലപ്പുഴയിൽ ഒപ്പം തന്നെ കായൽ ടൂറിസം മേഖലയിൽ അദ്ദേഹം താമസിക്കാറും ഒക്കെയുണ്ട്. ഇന്നിപ്പോ വളരെ അപ്രതീക്ഷിതമായാണ് വള്ളംകളി കാണുന്ന ഇടത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആളുകൾക്കിടയിൽ ഏറ്റവും പുറകിലായി ഈ പവലിയന്റെ പിന്നിൽ വന്നു നിന്ന് ഗോപിസുന്ദറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വള്ളംകളി കാണുകയായിരുന്നു. അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം വള്ളംകളിയെ നോക്കിക്കാണുന്നത്. ചമ്പക്കുളത്ത് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18. ഇപ്പോൾ വള്ളംകളി കാണാനെത്തിയ സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ കണ്ടു. പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. രാജപ്രമുഖൻ ട്രോഫി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ സ്വന്തമാക്കിയത് NCBC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ആവേശോജ്വലമായ മത്സരത്തിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. പമ്പയാറിന്റെ തീരം ഉച്ചയോടെ തന്നെ ജനനിബിഡമായിരുന്നു. പണിമുടക്കോ ഗതാഗത തടസ്സമോ ഒന്നും വള്ളംകളിയുടെ ആവേശത്തെ പിന്നോട്ടടിച്ചില്ല. തുഴഞ്ഞും നടന്നും ഇരുചക്ര വാഹനങ്ങളിലുമൊക്കെയായി ചമ്പക്കുളം നെടുമുടി കരകൾ നിറഞ്ഞു. വർണ്ണാഭമായ മാസ്പിലോടെ 5 ചുണ്ടന്മാർ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക്. പിന്നീട് ഓളങ്ങൾക്ക് തീപിടിച്ച പോരാട്ടം. രണ്ടാം ഹിറ്റ്സിൽ UBC കൈനഗിരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടിയും ചമ്പക്കുളം ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും. മത്സരം തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഇരുവള്ളങ്ങളും കൂട്ടിമുട്ടി. മത്സരം തർക്കത്തിലേക്ക്. രണ്ടാമത് തുഴയണമെന്ന ആവശ്യം ആയാപറമ്പ് പാണ്ടി തള്ളിയതോടെ ചമ്പക്കുളത്തെ വിജയികളായി പ്രഖ്യാപിച്ചു. ആവേശകരമായിരുന്നു ഫൈനൽ. ചെറുതന പുത്തൻ ചുണ്ടനും ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാൻജിയും വാശിയോടെ തുഴയെറിഞ്ഞു. ഒടുവിൽ ഒന്നാമതായി ചെറുതന പുത്തൻ ചുണ്ടൻ ഫിനിഷിംഗ് ലൈനിൽ മുത്തമിട്ടു. ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇവിടെ കപ്പ് ഉയർത്താൻ പറ്റിയില്ല. അത് ഈ പ്രാവശ്യം ഉയർത്താൻ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവരും, വെപ്പ് B ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടോക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതെ ചെറുതല ചുണ്ടൻ രാജപ്രമുഖ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ആവേശകരമായ ഒരു വള്ളംകളി സീസണാണ് തുടക്കമാകുന്നത്. ചമ്പക്കുളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18.